ഹരേ കൃഷ്ണ. നമ്മള് ആധ്യാത്മിക പഠനം എന്ന് വെച്ച് കഴിഞ്ഞാല് യഥാർത്ഥത്തില് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, അല്ലേ? ഒരു മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാല് അവന്റെ യഥാർത്ഥമായിട്ടുള്ള വിദ്യാഭ്യാസം എന്തായിരിക്കണം? അതാണ് എന്ത് ആധ്യാത്മിക പഠനം. അപ്പം ആധ്യാത്മിക പഠനത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ആയിട്ടുള്ള ശാസ്ത്രങ്ങൾ തന്നിരിക്കുന്നത്. അപ്പം വേദങ്ങളിലൂടെ അറിയേണ്ടത് എന്താണ്? നാം ആരാണ്, നാമും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെ? അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും മറ്റുമാണ്. പിന്നെയോ നമ്മളെല്ലാവരും നമ്മുടെ ഏറ്റവും വലിയ ഗ്രന്ഥമായിട്ടും അല്ലെങ്കിൽ ആധ്യാത്മിക പഠിതാക്കളും അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരും ഒക്കെ തന്നെ എന്താണ് ഉപയോഗിക്കുന്നത്? ഏത് ഗ്രന്ഥമാണ്? ഭഗവത്ഗീത. ഭഗവത്ഗീതയിലാണ് എന്ത് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഭഗവത്ഗീതയില്. അപ്പം ആ ഭഗവത്ഗീത എന്ത് തന്നെയാണ്? വേദം തന്നെയാണ്. എന്തുകൊണ്ടാണ്? പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ, അല്ലെ, പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എന്ത് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. അപ്പം ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാല്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ കേട്ടാല്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ എന്ത് പറ്റും? ശരിക്കും ഒരു ആധ്യാത്മിക പഠനം എന്തിനാണ് എന്ന് മനസ്സിലാവുകയും നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യ ശരീരത്തിന്റെ ഉദ്ദേശം എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണൻ തന്റെ ശിഷ്യനായിട്ടുള്ള അർജുനന് എന്ത് ഈ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. അല്ലെ? ഈ ഭഗവത്ഗീതയില് പ്രധാനമായിട്ടും എന്ത് 5 വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ഒരു 5 വിഷയത്തെ ചുറ്റിപ്പറ്റിയാണ് എന്ത് നമ്മുടെ ജീവൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. മറ്റ് പഠനങ്ങളും സ്കൂളിലെയും കോളേജിലെയും ഒക്കെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു താൽക്കാലികം മാത്രമാണ്. ഒരിക്കലും അതിനെന്താണ് നിലനിൽപ്പില്ല. ഈ ശരീരം ഇവിടെ നിന്ന് പോകുന്നതോടുകൂടി എന്ത് അത്രയും നാൾ പഠിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 5 കാര്യങ്ങള്. ഒന്ന്, ഈശ്വരൻ, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാല് പരമാത്മാവ്. രണ്ടാമത് എന്താണ്? നമ്മള് ജീവൻ, അല്ലെങ്കിൽ ജീവാത്മാവ്. 3, പ്രകൃതി. 4, കാലം, സമയം. പിന്നെയോ 5, കർമ്മം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രവർത്തനങ്ങള്. അപ്പം ഈ 5 വിഷയങ്ങളാണ് എന്ത് ഈ 5 വിഷയങ്ങള് മനസ്സിലാക്കിയാല് വേറെ ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഈ 5 വിഷയങ്ങളാണ് എന്ത് ആധ്യാത്മിക പഠനത്തിന്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ ഇത് പ്രതിപാദിക്കാതെ, ഇതിനെക്കുറിച്ച് പറയാതെ പഠിപ്പിക്കുന്ന എന്ത് ആധ്യാത്മിക ക്ലാസ്സുകളായാലും യാതൊരുവിധ പ്രയോജനവും നമുക്ക് ഉണ്ടാവുകയില്ല. കാരണം നാം എന്താണെന്നറിയണം, അല്ലെ? നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്നറിയണം. നമ്മൾ എന്തിനാണ് ഉറങ്ങുന്നത്, എന്തിനാണ് എണ്ണീക്കുന്നത്, എന്തിനാണ് മരിക്കുന്നത്, എന്തിനാണ് ജനിക്കുന്നത്, ഇതിനെല്ലാം നമ്മൾ അറിയണം. അതേപോലെ തന്നെ എന്താണ് ഈ പ്രകൃതിയെക്കുറിച്ച് നമ്മൾ അറിയണം, വേണ്ടേ? നമ്മൾ മാത്രമല്ല, അല്ലാതെ തന്നെ ഒരുപാട് ജീവജാലങ്ങളുണ്ട് ഈ ഭൂമിയിൽ. അവരെ കുറിച്ചൊക്കെ നമ്മൾ അറിയണം. സമയം, ഭഗവാൻ, അതായത് പരമാത്മാവ്, ഇതിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത് എന്താണ്? ഈശ്വരൻ, അതായത് പരമാത്മാവ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മുടെ വീട്ടിലൊക്കെ ചെടികളുണ്ടാവും. ഉദാഹരണത്തിന് ഒരു റോസാ ചെടി എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഒരു റോസാപ്പൂ എടുത്തു കഴിഞ്ഞാൽ, പൂക്കൾ ഒരുപാടുണ്ട്, അതിലൊരു റോസാപ്പൂ എടുത്തു കഴിഞ്ഞാൽ ആ റോസാപ്പൂ എന്താണ്? സ്വന്തമായിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല, അല്ലെ? അതിനെന്താണുള്ളത്? ഒരു ഉറവിടമുണ്ട്. എന്താണത്? ആ റോസാപ്പൂവിന് ഒരു റോസാ ചെടിയുണ്ട്. ആ ചെടിക്ക് എന്താണ്? ആ ചെടിക്കും അതിന്റെ ഒരു ഉറവിടമുണ്ട്. ഉറവിടം എന്താണ്? ആ ചെടിയുടെ വിത്ത്. അപ്പം ഈ ലോകത്തിലുള്ള എല്ലാത്തിനും ഒരു കാരണവും
ഫലവും ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാണ്, അല്ലെ? എന്തുണ്ട് എങ്കിലും ഇപ്പൊ നമുക്ക് തന്നെ ആരും നമ്മള് ഒരു ദിവസം പൊട്ടിമുളച്ചതല്ല. നമ്മള് അച്ഛനും അമ്മയും ഉണ്ട്, അല്ലെ? അവരിലൂടെയാണ് നമ്മളും വരുന്നത്. അപ്പം ഈ ലോകത്തില് ഏതൊരു വസ്തുവും ഒറ്റയ്ക്ക് കാണുന്നില്ല. മറിച്ച് ഇതെല്ലാം എന്താണ്? ഒരു ഉറവിടത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അത് നമ്മള് ശരിക്കും അത് ചിന്തിക്കണം. അപ്പം ഓരോ ലേഖനത്തിനും അല്ലെങ്കിൽ ഓരോ ഗ്രന്ഥത്തിനും ഓരോ കാര്യങ്ങൾക്കും എന്താണ്? ഓരോ ഉറവിടമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഒരു ചിത്രമുണ്ട് എങ്കിൽ എന്തുണ്ടാവും? അതിലൊരു ചിത്രകാരൻ ഉണ്ടാവും. ആ ഒരു ചിത്രകാരൻ ഇല്ലാതെ ആ ഒരു ചിത്രം ദൃശ്യമാകുകയില്ല. പിന്നെയോ ആ ചിത്രകാരൻ മാത്രം പോരാ. ആ ചിത്രകാരൻ എന്തുണ്ടായിരിക്കണം? പെയിന്റ് ഉണ്ടായിരിക്കണം, ബ്രഷ് ഉണ്ടായിരിക്കണം, ഇതെല്ലാം ഉണ്ടാവണം. പിന്നെയോ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു അത്രയും ഉണ്ടെങ്കിലും ആ ഒരു ചിത്രം പ്രത്യക്ഷപ്പെടാൻ എന്ത് വേണം? അതിനൊരു ചിത്രകാരൻ ഉണ്ടാവണം. അതേപോലെയാണ് നമ്മളും. എന്താണ്? നമ്മളും സ്വയം സൃഷ്ടിക്കപ്പെടുന്നതല്ല. അതിനൊരു സൃഷ്ടാവുണ്ട് നമുക്കും, അല്ലേ? അപ്പം ആ സൃഷ്ടിയുടെ ആത്യന്തികമായിട്ടുള്ള ഉറവിടം ആരാണ്? അപ്പം ഭഗവത്ഗീത പറയുന്ന ആരാണ്? ഇതിന്റെ എല്ലാം ഉറവിടമായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്, അല്ലെ? ആ ഭഗവാനാണ് ഇതിന്റെ എല്ലാം എന്താണ്? ഉറവിടവും അടിത്തറയും. ആര്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ നേരിട്ട് വന്നിട്ട് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. അപ്പം ഭഗവാൻ തന്നെയാണ് എല്ലാം പരിപാലിക്കുന്നതും, പിന്നെയോ ഭഗവാൻ തന്നെയാണ് എല്ലാം സംഹരിക്കുന്നതും. ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പം ഈ ഭഗവാനിൽ നിന്നാണ് ഈ ലോകത്തിലുള്ള എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും. ഒരു എന്താണ്? തരി മണ്ണ് പോലും ഭഗവാനിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഈ മഹത്തായ പ്രകൃതിയുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും എന്താണ്? ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഇതെല്ലാം ഭഗവാനിൽ നിന്നാണ്. ഭഗവാൻ അറിയാതെ യാതൊരു കാര്യങ്ങളും ഈ ലോകത്തില് നടക്കുന്നില്ല. അപ്പം ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ തന്നെ എന്താണ്? പരമപുരുഷനായിട്ട് അല്ലെങ്കിൽ പരമോ ദിവ്യോത്തമ പുരുഷനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പം അദ്ദേഹം തന്നെയാണെന്ത്? എല്ലാത്തിന്റെയും ഉറവിടം. ഈവൻ അർജുനൻ പോലും എന്താണ്? ഭഗവാനെ അല്ലെങ്കിൽ കൃഷ്ണനെ എന്താണ്? ആ ഒരു പരമപുരുഷനായിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെയും സൃഷ്ടാവും, പിന്നെയോ എല്ലാ യാഗങ്ങളുടെയും ഭോക്താവുമാരാണ്? ഭഗവാൻ തന്നെയാണ്. അതാണ് 5-ാം അധ്യായത്തില് 29-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ഭോക്താരാം യജ്ഞ തപസ്സാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. അത് ആദ്യത്തെ ലൈൻ മാത്രം നോക്കിയാൽ എന്താണ്? ഭോക്താരാം യജ്ഞ തപസ്സാം സർവലോക മഹേശ്വരം. എല്ലാ യജ്ഞങ്ങളുടെയും പിന്നെയോ തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും പിന്നെയോ സർവലോകങ്ങളുടെ അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ്. ആര്? അഭ്യുദയകാംക്ഷിയുമാണ്. ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പം ആ ഭഗവാൻ തന്നെയാണ് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള തികഞ്ഞ കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് എവിടെ വരും? ശാന്തി നേടുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ ദേവന്മാരുടെ അധിപനും എല്ലാ യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും എല്ലാം ഭോക്താവും ആര് തന്നെയാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ബലിയിടുന്നത് ആർക്കാണ്? ആരുടെ ഫോട്ടോയുടെ മുന്നിൽ വെച്ചാണ്? ഈ മഹാവിഷ്ണുവിന്റെ ഫോട്ടോയുടെ മുന്നിൽ വെച്ചാണ്. എന്തുകൊണ്ടാണ്? അത് അദ്ദേഹം വഴിയെ എന്ത് പോകൂ? ഓരോ ജീവാത്മാവിലും പോകൂ. കാരണം എന്താണ്? എല്ലാം സൃഷ്ടി നടത്തിയിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനായതുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറയുന്നത്? ഭഗവത്ഗീതയിൽ തന്നെ അദ്ദേഹത്തെ പല രീതിയിൽ പറയുന്നതാണ് ബ്രഹ്മൻ, പരമാത്മാവ്, ഈശ്വരൻ എന്നിങ്ങനെയൊക്കെ സംബോധന ചെയ്യുന്നു. അപ്പൊ അതെന്തുകൊണ്ടാണ്? അദ്ദേഹമാണ് പരമമായിട്ടുള്ള നിയന്താവ്. അപ്പം അതിനാല് അദ്ദേഹത്തെ ഈശ്വരൻ, പരമാത്മാവ് എന്നൊക്കെ വിളിക്കപ്പെടുന്നു. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്ന ആദ്യത്തെ കാര്യം, ഈശ്വരൻ. അല്ലെ? ഈശ്വരൻ ആരാണെന്ന് നമ്മൾ അറിയണം. മറ്റെന്തിലും ഈശ്വരനെ നമുക്കറിയാൻ പറ്റൂല. പിന്നെ എന്താണ്? ജീവൻ, ജീവാത്മാവ്, നമ്മളെ പോലുള്ള ജീവാത്മാക്കള്. അപ്പം
നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സ്വന്തമായിട്ടൊരു വ്യക്തിത്വമില്ല, സ്വതന്ത്രമായിട്ട്. പിന്നെയോ നമ്മൾ എന്താണ്? ഭഗവാന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഊർജമാണ്. അപ്പം നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിൽ, അല്ലെങ്കിൽ ഈ ഭൗതിക എന്താണ് പറയുന്നത്, ഈ മായയില് എന്താണ്, ഈ മായയിൽ പെട്ടിരിക്കുന്നത് കൊണ്ടാണ് എന്താ, ആ കെണിയില് വരുന്ന സമയത്ത് എന്താണ്, നമ്മള് ബദ്ധരാകുന്നു. പക്ഷെ അവൻ എപ്പോഴാണ് കൃഷ്ണാബോധമുള്ളവനാകുന്നത്, അല്ലെങ്കിൽ ആത്മീയതയെക്കുറിച്ച് ബോധവാനാകുമ്പോൾ എന്താണ്, അവൻ തന്റെ യഥാർത്ഥവും സ്വാഭാവികവുമായിട്ടുള്ള ജീവിതാവസ്ഥയിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു കൃഷ്ണാബോധമുള്ള വ്യക്തിയാവുന്ന സമയത്താണ് എന്ത് മനസ്സിലാകുന്നത്? ഞാനൊരു ജീവാത്മാവാണ്, അല്ലേ? ഞാനൊരു ആത്മാവാണ്. ആരാണ്? ഞാൻ ഭഗവാനല്ല, ഞാൻ ആത്മാവാണ്, ഞാൻ സ്വതന്ത്രനല്ല എന്ന് മനസ്സിലാകുന്നത്. എങ്ങനെ? ഈ ഭൗതിക പ്രകൃതിയില്. പിന്നെ ആരാണ് നമ്മള്? ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എന്താണ്? മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. എല്ലാ ജീവജാലങ്ങളും സനാതനമായിട്ടുള്ള, ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള എൻ്റെ അംശങ്ങളാണ്. അതായത് ഭഗവാന്റെ അംശങ്ങളാണ്. നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഭഗവാനെ സേവിക്കുക. നമ്മളിവിടെ വന്നിട്ട് എന്ത്, പട്ടിയെയും പൂച്ചയും ഒക്കെ എടുത്ത് വളർത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ സേവന മനോഭാവം ഉള്ളത് കൊണ്ടാണ്. സത്യത്തിൽ എന്താണ്, നമ്മുടെ ആത്മാവിന്റെ ആ ഒരു എന്ത് അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ ആ ഒരു ആത്മാവ് ചെയ്തുകൊണ്ടിരുന്ന സംഗതിയാണ് എന്ത്, ഈ സേവനം എന്ന് പറയുന്നത്. ആ സേവനം ആർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്, സേവിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ ഭഗവാനെ സേവിച്ചുകൊണ്ടിരുന്നതാണ്. നമുക്ക് ഒരിക്കലും മരണമില്ല. ഭഗവാൻ തന്നെ എന്താ, 2-ാം അധ്യായം 12 ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് പറയുന്നത്? അർജുനനോട് പറയുന്നത്, അർജുനൻ ഈ ആ, ആരെയും കൊല്ലാൻ വയ്യ, കാരണം അവരെല്ലാം മരിച്ചു പോകും, അല്ലേ? ആ ഒരു ദുഃഖം എന്റെ ബന്ധുക്കളാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് കരയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിന് മറുപടി പറയുന്നതാണ് 2-ാം അധ്യായത്തിൽ ഭഗവാൻ എന്താണ് പറയുന്നത്? നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും നീ ഒരു മണ്ടനാണ് എന്ന് പറയുന്നത്. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നമ്മൾ പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഇനിയും നമ്മൾ എന്താണ്, ഉണ്ടായിരിക്കും. ഒരിക്കലും നമുക്ക് ആർക്കും എന്ത് വരുന്നില്ല, ഇവിടെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വരുന്നില്ല എന്ന്. ആ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് ആത്മാവിന്റെ അടിസ്ഥാനം, ആത്മാവിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സ്വഭാവമാണ് എന്ത്, ശാശ്വത അവസ്ഥ. ഒരിക്കലും മരണമില്ല, ഒരിക്കലും നശിക്കൂല. എന്താണ് ആ ശ്ലോകത്തിൽ പറയുന്നത്? ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല, അർജുനോട് പറയുന്നത്. പിന്നെ അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരെല്ലാം. അപ്പൊ ഈ രാജാക്കന്മാരെ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അവർക്ക് വേണ്ടിയിട്ടാണ് അന്നേരം ഇരുന്ന് പറഞ്ഞത്, അവരെല്ലാം മരിച്ചു പോകുമല്ലോ എന്നുള്ള ദുഃഖം വന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എടുത്തു പറയുന്നത്, എന്ത്, ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. അതായത് ഭഗവാൻ കൃഷ്ണൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരെല്ലാം എന്നും ഉണ്ടായിരുന്നു, ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല. അപ്പം അവിടെ പറയുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ആര്? പരമാത്മാവ്. എതിർ സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? അർജുനനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ്, അതായത് നമ്മൾ. അപ്പം നമ്മളോട് പറയുന്നതാണ് എന്ത്, ഞാൻ ഇല്ലാതിരുന്ന കാലം ഉണ്ടായിട്ടില്ല. പിന്നെയോ അതുപോലെ നീയും ഇക്കാണുന്ന രാജാക്കന്മാരും എന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ഭഗവാൻ, നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല. അപ്പം അതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ആരും ഒരിക്കലും ഇല്ലാതാവുന്നില്ല. ഈ ഒരു ശരീരം, അല്ലെ, പഴയ ഉടുപ്പുകൾ മാറി പുതിയതിടുന്നത് പോലെ നമ്മൾ ഈ ഒരു ശരീരം മാറ്റുന്നു എന്ന് മാത്രം. ആ പോകുന്ന വേളയിൽ ചിലപ്പോൾ ഈ കാണുന്ന നമ്മൾ ബദ്ധാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്, അല്ലെ? എന്താണ്, ബന്ധുക്കള്, സുഹൃത്തുക്കള്, മക്കള്, അച്ഛന്, അമ്മ, ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് ആർക്കും മരണമില്ല. നമ്മുടെ ഈ ശരീരം ഉപേക്ഷിച്ച് അടുത്ത ശരീരം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം അടുത്ത ശരീരം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിനാണ് ഈ ജന്മം. മനസ്സിലായോ? അപ്പം അതാണ് ഭഗവാൻ തന്നെ എടുത്തു പറയുന്നത്. സാധാരണ മായാവാദികളും ഒക്കെ പറയും നമ്മൾ എവിടെയെങ്കിലും പോയി ലയിക്കുന്നു എന്നാണ് പറയുന്നത്. ഗുരുവായൂർ പോയിട്ട് പറയും, അല്ലേ, ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ നമ്മൾ ലയിക്കുന്നു. ആരെങ്കിലും മരിച്ചു പോയാലും പറയും ലയനമാണ് അവിടെ പറയുന്നത്. അത് മായാവാദമാണ്. നമ്മൾ ഒരിക്കലും എന്താണ്, എങ്ങും ലയിക്കുന്നില്ല. കാരണം നമ്മൾ സ്വതന്ത്രനാണ്. അതാണ് ഇവിടെയും ഭഗവാൻ പറയുന്നത്.
ഞാനില്ലാതിരുന്ന കാലം ഉണ്ടായിട്ടില്ല. പിന്നെയോ നീയും ഇക്കാണുന്ന രാജാക്കന്മാരും എല്ലാം ഇല്ലാതിരുന്ന കാലം ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങോട്ട് നാം എല്ലാവരും ഉണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാ? കുരുക്ഷേത്ര യുദ്ധത്തിൽ എല്ലാവരും മരിച്ചു പോകുന്നുള്ള സങ്കടമാണ് അർജുനൻ പറയുന്നത്. നമുക്ക് ചിന്തിച്ചാൽ മതി. അപ്പം എങ്കിലും പോലും നമ്മൾ ഉണ്ടാകും അല്ലെ, നമ്മൾ ഇല്ലാതിരുന്ന കാലം ഉണ്ടായിട്ടില്ല എന്ന് ഭഗവാൻ പറയുമ്പോൾ നമ്മൾ മരിക്കുന്നില്ല അവിടെ. നമ്മൾ ജസ്റ്റ് ആ ഒരു ശരീരം ഉപേക്ഷിച്ച് പോകുന്നു. ആ ശരീരം ഇവിടെ കളയുന്നു. പിന്നെ എന്താണ്? ആത്മാവ് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നു. അതെന്ത് വേണമെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു കൃഷ്ണാവബോധമുള്ള വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രം, വേദങ്ങൾ, വൈദിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ജന്മത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ്. അത് തന്നെയാണ് എന്ത് വേദാന്ത സൂത്രവും പറയുന്നത്. ആദ്യത്തെ ശ്ലോകം എന്താണ്? അധാതു ബ്രഹ്മ ജിജ്ഞാസ, അല്ലെ? ബ്രഹ്മത്തെക്കുറിച്ച് അറിയുക, അല്ലെങ്കിൽ പരമാത്മാവിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെ? ആ അറിവ് നേടുക, അത് ആരാണെന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മള് ജീവേര സ്വരൂപഹയ കൃഷ്ണേര നിത്യദാസ. നമ്മളെല്ലാവരും എന്താണ്? കൃഷ്ണന്റെ നിത്യദാസന്മാരാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്? നമ്മൾ ഭഗവാനോടൊപ്പം സേവ ചെയ്തു തരുന്നവരാണ്. നമ്മളെല്ലാവരും എന്ത്? ഗുണത്തില് ഭഗവാന് തുല്യരാണ്. പക്ഷെ അളവില് എന്താണ്? വ്യത്യാസമുണ്ട്. ഇപ്പം കടലിന്റെയും അതിലൊരു തുള്ളി വെള്ളം എടുത്തു കഴിഞ്ഞാലും ഒരു വെള്ളം ശേഖരിച്ചു കഴിഞ്ഞാലും സെയിം രുചിയായിരിക്കും. പക്ഷെ കടലിലെ ജലം എന്താണ്? അനന്തമായിട്ട് കിടക്കുകയാണ്. പക്ഷെ കൈക്കുമ്പിളിലോ കുറച്ചേ ഉള്ളൂ. അതുമാതിരിയാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ബദ്ധരായി പോകുന്നത്? നമ്മൾ എപ്പോഴും എന്ത്? ഈ പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. നമ്മളെല്ലാത്തിനെയും അധീനതയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. സ്ഥലം അധീനതയിലാക്കാൻ ശ്രമിക്കുന്നു, ഗ്രഹങ്ങള് അധീനതയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ്? ഇതെല്ലാം ആരാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്? ഇതെല്ലാം ഭഗവാനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. നമ്മള് നമ്മുടെ നിയന്ത്രണ ശേഷി മനസ്സിലാക്കാതെയാണ് ഓരോന്നും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് പ്രകൃതിയെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഗ്രഹങ്ങളെ നമുക്ക് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഒരു കാര്യത്തെ നമുക്ക് എന്താണ്? പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം എന്താണ്? ഇതെല്ലാം ഭഗവാന്റെ അധീനതയിലുള്ളതാണ്. നമുക്ക് ഒരിക്കലും എന്ത്? പരമാധികാരിയായിട്ടുള്ള കൃഷ്ണന് തുല്യരാവാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിയില്ല. മായാവാദികളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? നമുക്കും ഭഗവാനാണ്, അല്ലെ? നമ്മളും ഭഗവാനിൽ പോയി ലയിക്കുന്നു, ഇങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. പക്ഷെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്കൊരിക്കലും ഭഗവാന് തുല്യരാവാൻ വേണ്ടിയിട്ട് കഴിയില്ല, അല്ലെ? അപ്പം എല്ലാത്തിൻ്റെയും ആദിമ വേരായിട്ടുള്ള ആളാണ് ആര്? കൃഷ്ണൻ. അപ്പം നമ്മളെ സൃഷ്ടിച്ച ബ്രഹ്മാവ് പോലും എന്താണ് പറയുന്നത്? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. സർവകാരണങ്ങൾക്ക് കാരണക്കാരനായിട്ടുള്ള ആരാണ്? ഈശ്വര പരമ കൃഷ്ണ. ഈശ്വരൻ ആരാണ്? പരമ കൃഷ്ണ. കൃഷ്ണനാണ് ഈശ്വരൻ. അപ്പം കഠോപനിഷത്തിലും പറയുന്നത് എന്താണ്? നിത്യോ നിത്യാനാം ചേതന ചേതനാനാം ഏകോ ബഹൂനാം യോ വിധ ദാതി കാമാൻ. എല്ലാ നിത്യതകളിലും വെച്ചിട്ട് എന്താണ്? പരമമായ ശാശ്വതനായ ആളാണ് ആര്? ഭഗവാൻ. എല്ലാ ജീവജാലങ്ങളുടെയും പരമമായിട്ടുള്ള സത്തയാണ് എന്ത്? അദ്ദേഹം. അതുകൊണ്ടാണ് ആ ശ്ലോകത്തിലും പറയുന്നത്, 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞെന്താ? ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം. അപ്പം ദേവന്മാരുടെ അധിപനും എല്ലാ യജ്ഞങ്ങളുടെയും എന്താ യാഗങ്ങളുടെയൊക്കെ ഭോക്താവ് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുന്നതും ആരാണ്? അദ്ദേഹം മാത്രമാണ്. അപ്പം ഏത് ബദ്ധരായവരെ ആയാലും അല്ലെങ്കിൽ മുക്തി നേടിയവരെ ആയാലും എല്ലാവരും പരിപാലിക്കുന്നത് ആരാണ്? അതും ഈശ്വരൻ തന്നെ, ഭഗവാൻ തന്നെയാണ്. അപ്പം ആ പരമമായിട്ടുള്ള വ്യക്തിത്വമാണ് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അവരെ പരിപാലിക്കുന്നതിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള എന്താണ്? വ്യത്യസ്ത പ്രവൃത്തികൾക്കനുസരിച്ച് എല്ലാ ആനന്ദവും എല്ലാ സൗകര്യങ്ങളും എന്ത്? ആ ജീവാത്മാവിന് വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്തു കൊടുക്കുന്നു. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രകൃതി, അല്ലെ? പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക പ്രകൃതി. അപ്പം ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്?
ഭഗവാന്റെ തന്നെ ഊർജമാണ്. അപ്പൊ ഭഗവാൻ എന്താണോ, ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ചാണ് എന്ത്, ഈ ഭൗതിക പ്രകൃതി പോലും എന്ത് ചലിക്കുന്നത്. ഒരു ഭാര്യയുടെ പ്രവർത്തനങ്ങള് ഭർത്താവിനാൽ നിയന്ത്രിക്കപ്പെടുന്നത് പോലെ, അത് ഇക്കാലത്ത് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിൽ പോലും ഇപ്പൊ ചിലപ്പോൾ തിരിച്ചായിരിക്കുമല്ലേ. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ഭാര്യയുടെ പ്രവർത്തനങ്ങള് ഭർത്താവിനാൽ നിയന്ത്രിക്കപ്പെടുന്നത് പോലെയാണ് എന്ത്, ഈ ഭൗതിക പ്രകൃതി എന്താണ്, ഭഗവാനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചാണ് എന്ത്, ദേവേന്ദ്രൻ മഴ തരുന്നത്, അല്ലെങ്കിൽ ചന്ദ്രനായാലും വരുണനായാലും അവര് ഭഗവാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ ഭൗതിക പ്രകൃതിയിൽ നമുക്ക് മഴ തരുന്നതും വെയിൽ തരുന്നതും ചൂട് തരുന്നതും കാറ്റ് തരുന്നതും ഒക്കെ ആരാണ്, ആ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഇത് തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഇത്രയും പേരും ഒരു കമ്പനിയിലായാൽ തന്നെ മാനേജർമാരുണ്ട്, പല ഡിപ്പാർട്ട്മെന്റുണ്ട്, മാനേജർമാരുണ്ട്, ജോലിക്കാരുണ്ട്, സൂപ്പർവൈസർമാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം ഉപരി ആരാണ്, ആ കമ്പനിക്ക് ഒരു മുതലാളി ഉണ്ടാകും. അതുമാതിരിയാണ് ആര്, ഭഗവാൻ. ഈ ഭൗതിക പ്രകൃതി എല്ലാം ചലിക്കുന്ന ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ്, ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താണ്, നമ്മുടെ ഈ ഭൗതിക പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ അഭിനിവേശവും ആ അജ്ഞതയുടെയും രീതികളിൽ നിന്ന് എന്ത് വേണം, നമ്മളത് മുക്തരാവണം. നമ്മൾ മനസ്സിലാക്കണം ഓരോ കാര്യങ്ങളും. ഈ ഭൗതിക പ്രകൃതിയില് നമ്മളെന്താണ്, ഇവിടെ ഈ ശരീരത്തിന് നിലനിൽക്കാൻ വേണ്ടി, എന്തിന്, തിരിച്ച് ഭഗവാന്റെ അടുക്കൽ പോകാൻ ഈ ശരീരത്തിന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, ഈ ഭൗതിക പ്രകൃതിയിലെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ എന്ത് വേണം, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അനാവശ്യമായിട്ട് എന്ത്, ആ ഭൗതിക പ്രകൃതിയെ ചൂഷണം നമ്മൾ ചെയ്യരുത്. നമ്മളിനി എന്ത്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മൾ മനസ്സിലാക്കുക, ആ ഭൗതിക പ്രകൃതി എന്താണ്, അതവിടെ തന്നെ ഉണ്ടാകും. അതൊക്കെ ശാശ്വതമാണ്. എന്തു ഏത് രീതിയിൽ, അത് എല്ലാം ഭഗവാനിൽ നിന്ന് വരുന്നതാണ്. ഭഗവാൻ തന്നെ തരുന്നതാണ് എന്ത്, ഈ ഭൗതിക പ്രകൃതിയും അതിലെ കാര്യങ്ങളും ഒക്കെ തന്നെ. അത് വ്യാജം അല്ല. കാരണം ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് കുറച്ചു കാലം ഉണ്ടാകും, അല്ലെ, കുറച്ചു കാലം പ്രത്യക്ഷപ്പെടും, പിന്നെ അത് അപ്രത്യക്ഷമാകും. അപ്പം അത് ഇങ്ങനെ ഒരു സൈക്കിൾ മാതിരി ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ എന്താണ് കാലം, അല്ലെ, കാലം എന്നാല് സമയം. അപ്പം കാലത്തിന് അതിൻ്റെതായിട്ടുള്ള സ്വാധീനം നമ്മളില് ചെലുത്താൻ പറ്റുന്നുണ്ട്. നമ്മുടെ ജോലി എന്താണ്, ഓരോ സമയത്തും സംഹരിക്കുക, അല്ലെ, നശിപ്പിക്കുക. പിന്നെയോ നമ്മളറിയാം, നമ്മളൊരു വീട് നിർമ്മിക്കുന്നു, പക്ഷെ അത് കുറെ കാലം കഴിയുമ്പോഴത്തേന് എന്താണ്, അത് നശിപ്പിക്കപ്പെടുന്നു. അപ്പൊ അതുപോലെയാണ് നമുക്കും ഒരു ശരീരമുണ്ട്, നല്ല ശരീരം. പക്ഷേ അതൊരു കാലത്തിന്റെ സ്വാധീനം കൊണ്ടാണ്, അത് ഒടുവിൽ എന്താണ്, ആ കാലത്തിന്റെ സ്വാധീനം ഒടുവില് ഈ ശരീരത്തെ കീഴടക്കി നമ്മളെ നശിപ്പിക്കുന്നു. അതാണ് കാലം, സമയം എന്ന് പറയുന്നത്. അല്ലേ, നമ്മൾ ഒരിക്കലും ജനിച്ച രീതിയിലല്ല നമ്മൾ ഇരിക്കുന്നത്. പിന്നെയോ ജനിക്കുന്നു, കുറച്ച് വളരുന്നു, പ്രായപൂർത്തിയാകുന്നു, വാർദ്ധക്യം വരുന്നു, നമ്മൾ മരണപ്പെടുന്നു. നമ്മൾ ഒരിക്കലും എന്ത്, നമ്മുടെ ശരീരം നല്ലൊരു ശരീരമാണ്, ഒരിക്കലും നശിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കൂല. കാരണം മൈക്കിൾ ജാക്സന്റെയൊക്കെ കഥ അറിയാവുന്നതാണ്. ഇഷ്ടംപോലെ ഡോക്ടർമാരെയൊക്കെ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു, ഒരിക്കലും മരിക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം സർജറികൾ ചെയ്തു. പക്ഷേ 50 വയസ്സ് കഴിഞ്ഞപ്പോഴേ തന്നെ എന്ത് ചെയ്തു, അദ്ദേഹം മരണത്തിന് കീഴടങ്ങി, അല്ലെങ്കിൽ ആ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നു. അത്രയും കൊണ്ടു നടന്ന ശരീരം. എന്തുകൊണ്ടാണത്, കാലത്തിന്റെ സ്വാധീനം കൊണ്ടാണ്. അപ്പൊ ഈ ഭൗതിക പ്രകൃതിയിലെ ഒന്നിനും എന്താണ്, നിലനിൽപ്പില്ല. ഭൗതിക പ്രകൃതിയില് നിലനിൽപ്പില്ല. ഭൂമിയില് എല്ലാം നശിക്കും. ഒരിക്കലും നമുക്ക് പോലും ഒരിക്കലും നമ്മൾ ഈ ഒരു ശരീരം ഉപേക്ഷിച്ചിട്ട് പിന്നെ ഇവിടെ ഒരു മനുഷ്യനായിട്ട് ജനിച്ച് ഇതേ കുടുംബത്തോടൊപ്പം ജീവിക്കാമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ എന്താണ്, കഴിയില്ല. കാരണം എന്താ, ഇവിടെ ഒന്നിനും നിലനിൽപ്പില്ല. ഇവിടുന്ന് പോയാല് ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലായിരിക്കും, നമ്മുടെ കർമ്മം അനുസരിച്ച് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല. കാലം
എന്ത്? ആത്മാക്കൾക്ക്, അതായത് ബദ്ധർ, നമ്മളെല്ലാം ബദ്ധരാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ സ്വതന്ത്രരാണെന്നല്ല, നമ്മൾ ബദ്ധാത്മാക്കളാണ്. അപ്പം ഈ ബദ്ധരായ ആത്മാക്കൾക്ക് എന്ത് തരുന്നു? ദുരിതവും തരുന്നു, എന്ത്? സന്തോഷവും തരുന്നു. ഇന്ന് സന്തോഷമാണെങ്കിൽ നാളെ ദുഃഖം, നാളെ ദുഃഖമാണെങ്കിൽ മറ്റന്നാളിൽ സന്തോഷം, അല്ലേ? കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട് എന്ന് പറയുന്ന മാതിരിയാണ് എന്ത്? നമ്മുടെയും അവസ്ഥ. ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ആവശ്യപ്പെടാതെ എന്താണ് ദുരിതങ്ങൾ വരുന്നത് പോലെയാണ്. നമുക്ക് ചോദിക്കാതെ തന്നെ എന്ത്? സന്തോഷവും ഉണ്ടാകും. ഇതെല്ലാം സമയക്രമമായിട്ട് ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇന്ന സമയങ്ങളിൽ ഇന്നതിന്നത് എന്ന്. നമ്മളെല്ലാവരും എന്താണ്? കഷ്ടപ്പെടുകയും നമ്മുടെ എന്താണ് സ്വന്തം പ്രവർത്തനങ്ങളുടെ, നല്ല പ്രവർത്തനം ചെയ്താൽ എന്താണ്? നല്ല ആസ്വാദനം ഉണ്ടാവും. ചീത്ത പ്രവർത്തനങ്ങളാണ് എങ്കിൽ കഷ്ടപ്പാടും ഉണ്ടാവും. ആ രീതിയിലാണ് നമ്മൾ ഇതുപോലെ എന്താണ് ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനാല് ആരും ഭഗവാനെ എന്താണ് നമ്മൾ ശത്രുക്കളോ ഭഗവാന്റെ ശത്രുവോ സുഹൃത്തോ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റൂല. എന്താണ്? നമുക്കെല്ലാം നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ സുഹൃത്താവും എപ്പോഴാണ്? കൃഷ്ണാവബോധം ഉദിച്ചു കഴിഞ്ഞാല് നമ്മുടെ സുഹൃത്തായിട്ട് തന്നെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മളെല്ലാരെയും ഭരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെ? ഈ ഭൗതിക പ്രകൃതിയെ പോലും നമ്മൾ അടക്കി ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. എപ്പോഴും മനസ്സിലാക്കുക, ഭഗവാൻ എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രൂപമില്ലാതെ ഭഗവാൻ നടക്കുന്നു എന്നല്ല. ഭഗവാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇതിനെല്ലാം ഭഗവാൻ നിയന്ത്രിക്കുന്നു. ഭഗവാന് തുടക്കമോ അവസാനമോ ഇല്ലാത്തതിന് എന്താണ്? ഭഗവാനാണ് എന്ത്? ശാശ്വതമായിട്ടുള്ള കാലം, സമയം. തുടക്കവുമില്ല, അവസാനവുമില്ല. അപ്പം ഭഗവാൻ തന്നെയാണ് എന്ത്? കാലവും. പിന്നെ എന്താണ്? കർമ്മം. 5 കർമ്മം, നമ്മുടെ പ്രവർത്തനങ്ങള്. അപ്പം ഈ ലോകത്തില് എല്ലാ ജീവാത്മാക്കളും എന്താണ്? കർമ്മം ചെയ്യുകയാണ്, അല്ലെ? വിവിധ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എണ്ണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, മറ്റു പരിപാടികളിൽ വ്യാപൃതരാകുന്നു, ജോലി ചെയ്യുന്നു, അല്ലെ? അച്ഛന്റെ കാര്യം നോക്കുന്നു, അമ്മയുടെ കാര്യം നോക്കുന്നു, ജോലിക്ക് പോകുന്നു. പല രീതിയിലും അങ്ങനെ പല രീതിയിലും നമ്മൾ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം എന്താണ്? ഓരോ കർമ്മമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്തുണ്ടാവും? അതിനൊരു പ്രതിപ്രവർത്തനവും ഉണ്ടാവും. ഇപ്പൊ ജീവജാലങ്ങൾ എല്ലാം എന്താണ്? പണ്ട് മുതലേ അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണോ കർമ്മം ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഫലങ്ങൾ എന്താണ്? അനുഭവിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യുന്നു. ഈ ജന്മത്തിലല്ല എങ്കിൽ പിന്നീട് വരുന്ന ജന്മങ്ങളിൽ. പക്ഷെ എന്താ? നമ്മുടെ കർമ്മം കൊണ്ട് തന്നെ എന്താ? നമ്മുടെ കർമ്മഫലങ്ങളെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലേ? നമ്മൾ ചെയ്യുന്ന കർമ്മം, ആ കർമ്മം ഏത് കർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അനുസരിച്ചിരിക്കും എന്ത്? അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഒരു തെറ്റായിട്ടുള്ള കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ എന്താണ്? അതിനനുസരിച്ച് നമ്മൾ ദുരിതം അനുഭവിക്കേണ്ടി വരും. നേരായ മാർഗത്തിലുള്ള കർമ്മമാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള എന്താണ്? സന്തോഷം അനുഭവിക്കാം അടുത്ത ജന്മത്തില്, അല്ലേ? അപ്പം അത് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് തന്നെ നമ്മുടെ കർമ്മഫലങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. പലരും കർമ്മഫലങ്ങള് മാറ്റാൻ എന്തുകൊണ്ട് തയ്യാറാവാത്തത്? ഒന്നാമതേ നമ്മൾ ബദ്ധരാണ് ഈ ഭൂമിയിൽ. അതിന്റെ ഉപരി പിന്നെന്ത് ചെയ്യും? പിന്നെ വീട്ടുകാരാലായിട്ട് ബദ്ധരാക്കപ്പെടും, അല്ലെ? ഒന്നുകിൽ മക്കളായിട്ട്, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവ്, ഇവരായിട്ട് നമ്മൾ ബദ്ധാവസ്ഥയിൽ നമ്മൾ ഏർപ്പെട്ടു പോകും. അതിനാൽ തന്നെ എന്ത് കഴിയും? നമുക്ക് നമ്മുടെ ചെയ്യേണ്ട കർമ്മം എന്ത് എന്ന് നമ്മൾ, അല്ലെങ്കിൽ ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മടിയാകും. പക്ഷെ എപ്പോഴും ചിന്തിക്കുക എന്ത് വേണം? ഭഗവാനായിരിക്കണം ഫസ്റ്റ്, അതിന് താഴെയാകാവൂ മറ്റെല്ലാ കാര്യങ്ങളും. ആ ഭഗവാൻ പറയുന്ന കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവൂ? ഈ ഒരു
ജന്മത്തിന് ശേഷം നമുക്ക് ഉന്നതി ഉണ്ടാവുകയുള്ളൂ. ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അധോഗതി. നമ്മൾ പരിപാലിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്ന മക്കളോ അച്ഛനോ അമ്മ ആരായാലും എന്താണ്, അവരാരും നമ്മുടെ കൂടെ വരൂല അടുത്ത ജന്മത്തില്. നാളെ എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് അറിയില്ല, അല്ലേ? ഈ നാളെ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവൂ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുമാതിരിയാണ് എന്ത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരിയായിട്ടുള്ള കർമ്മം ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്തിരിയരുത്. രഹസ്യമായിട്ടെങ്കിലും നമ്മൾ അത് ചെയ്തു പോകണം. കാരണം എന്താണ്, ഈ പറയുന്ന ആരും തന്നെ നമ്മുടെ കൂടെ വരൂല. ഈ പറയുന്ന ഒരു മനുഷ്യരും എന്ത് കൂട്ടത്തിൽ വരൂല. ചിലപ്പോൾ അത്രമാത്രം എന്ത് നിങ്ങളോടൊപ്പം ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ഈ കൃഷ്ണാബോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് എങ്കിൽ, അല്ലെങ്കിൽ അത്ര സ്നേഹത്തോടെ പോകുന്ന വ്യക്തിയാണ് എങ്കിൽ എന്താണ്, അടുത്ത ജന്മം ഒരുമിച്ച് ചിലപ്പോൾ സേവനം ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ ഇതിനെല്ലാം വിപരീതമായിട്ട് എന്താണ്, ചീത്ത കർമ്മങ്ങൾ, അതായത് എന്താ പറയാ, ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കർമ്മങ്ങളിലാണ് എല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ എന്താണ്, അവരെന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കർമ്മഫലമായിരിക്കും അടുത്ത ജന്മത്തില്. അപ്പൊ ഒരിക്കലും നമ്മുടെ കൂടെ വരണമെന്നില്ല. ഈവൻ ഒരുമിച്ചല്ല നമ്മൾ പോകുന്നത് പോലും, അല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ശരീരത്തിലിരുന്ന് നമ്മൾ ആ ഒരു ആയുസ് മൊത്തം ഹോമിക്കുന്നത്, ആ ഒരു വ്യക്തി നമ്മുടെ കൂടെ വരൂല. അപ്പൊ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഭഗവാനിൽ ഭഗവാനോ അല്ലെങ്കിൽ ഭഗവാനോടായിരിക്കണം സ്നേഹം. ഭഗവാന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ എന്തുണ്ടാവൂ, മറ്റു കാര്യങ്ങളും. എപ്പോഴും ഒരു ഭക്തനായി ഇരുന്നു കൊണ്ട് വേണം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ. അല്ലാതെ വീട്ടിലെ കാര്യവും നാട്ടിലെ കാര്യവും മൊത്തം കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഭക്തനാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അടിസ്ഥാനം എന്തായിരിക്കണം? ഭക്തൻ. എന്തു തന്നെ ചെയ്താലും അതിൽ നിന്ന് നമ്മൾ പുറകിലേക്ക് പോകരുത്. നമ്മുടെ എന്താണ് ശരീരം ലഭിക്കുന്നത് എങ്ങനെയാണ് ഈ ശരീരം ലഭിക്കുന്നത്? ഭൗതികത അല്ലെങ്കിൽ ആത്മീയ പ്രകൃതിയുമായിട്ടുള്ള എന്ത് താതാത്മ്യം അനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ ആ ഒരു ഭൗതിക ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ, അതിനനുസരിച്ചാണ് എന്ത് ഒരു ഭൗതിക ശരീരം അല്ലെങ്കിൽ ആത്മീയ ശരീരം ലഭിക്കുന്നത്. നമുക്ക് വേണ്ടത് ആത്മീയ ശരീരമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ട എന്ത് വേണം? കൃഷ്ണാബോധമുള്ളവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഭൗതിക പ്രകൃതിയിൽ എന്താണ് പറയുന്നത്? ഏകദേശം 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. അപ്പൊ അതിലേതേലും ഒരു ശരീരമായിരിക്കും നമുക്ക് കിട്ടുന്നത്. മനുഷ്യ ശരീരം തന്നെ വേണമെന്നില്ല, അല്ലേ? പാറ്റ, പൂച്ച, പട്ടി, കരടി, ഇഷ്ടം മാതിരി. ഇത് 84 ലക്ഷം ജീവിവർഗങ്ങൾ എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിയിലെ എണ്ണമാണ്. പക്ഷെ ആത്മീയതയിലാണ് എങ്കിലാണ്, ആത്മീയ പ്രകൃതിയിലാണെങ്കിൽ അല്ലെങ്കിൽ ആത്മീയ ലോകത്തിൽ എന്താണ്, ഒരൊറ്റ ശരീരമേ ഉള്ളൂ. ആത്മാവിന് ശ്രദ്ധിക്കുക, ആത്മാവിന് ഭൗതിക പ്രകൃതിയിൽ എന്താണ്, 84 ലക്ഷം തരത്തിലുള്ള ശരീരങ്ങൾ കിട്ടും. മനുഷ്യ ശരീരം കിട്ടണമെന്നില്ല. പക്ഷെ ആത്മീയതയിൽ എന്താണ്, ഒരൊറ്റ ശരീരമേ ഉള്ളൂ. അപ്പം ആത്മീയതയിൽ നമുക്ക് ഗ്യാരണ്ടിയാണ് എന്ത്, ഈ ശരീരം കിട്ടും എന്നുള്ള കാര്യം. ഒന്നും കൊണ്ടും പേടിക്കണം. എന്ത് വേണം? കൃഷ്ണാബോധ പ്രവർത്തനം അല്ലെങ്കിൽ കൃഷ്ണാബോധമുള്ള ഒരു വ്യക്തിയായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആത്മീയതയിൽ ഒരൊറ്റ ശരീരം കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് ഗ്യാരണ്ടിയാണ്. പക്ഷെ ഭൗതിക പ്രകൃതിയിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല എന്ത് കിട്ടുമെന്ന്. കാരണം എന്താ, അവിടെ 84 ലക്ഷം തരത്തിലുള്ള ജീവിവർഗങ്ങളുണ്ട്, ഒന്നല്ല. അത് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ഭൗതിക പ്രകൃതിയിൽ എന്താണ്, ചിലപ്പോഴ് ഒരു മനുഷ്യനാവാം, ഇനി നമുക്ക് മനുഷ്യ ശരീരം കിട്ടുമെന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല. പിന്നെയോ മൃഗമാകാം, പക്ഷിയാവാം. അതെല്ലാം നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ആത്മാവ് എങ്ങനെയാണ്, ഇങ്ങനെ ദേശാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ നിന്ന് മറ്റേത്, മറ്റേതിൽ നിന്ന് ഒന്നിലേക്ക്, പല ഗ്രഹങ്ങൾ ഇങ്ങനെ നമ്മൾ ദേശാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ആത്മാവ്. അപ്പം തന്റെ ആ നടത്തുന്നതിനിടയ്ക്ക് എന്താണ് ആത്മാവ് കിട്ടുന്നത്? തന്റെ മുൻകാല പ്രവർത്തനങ്ങളുടെ എന്താണ് പ്രതികരണങ്ങളും, അല്ലെ, ഫലങ്ങളും ഒക്കെ അയാൾ അനുഭവിച്ചുകൊണ്ടേ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ എപ്പോഴും എന്താണ്, ജീവാത്മാവ് സദ്ഗുണാവസ്ഥയില് സ്ഥിരതയിലും ആയിരിക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ചിന്തിക്കുക, നമ്മള് കൃഷ്ണാബോധ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാല് മുൻകാല പ്രവർത്തനങ്ങളുടെ അല്ലെ എല്ലാ പ്രതികരണങ്ങളും പാപങ്ങളും നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. തൽഫലമായിട്ട് എന്ത് കിട്ടും? നമുക്ക് ആധ്യാത്മികതയിലേക്ക് നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ശാശ്വതമല്ല. ശാശ്വതം എന്താണ്? ഭഗവാൻ, ജീവൻ, സമയം, പ്രകൃതി, ഇതൊക്കെ ശാശ്വതമാണ്. പക്ഷെ കർമ്മം ശാശ്വതമല്ല. എന്തുകൊണ്ടാണത്? നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും കർമ്മത്തെ. പിന്നെ ചിലർ ചെയ്യാറുണ്ട് ഈ ഭൗതിക ഗ്രഹ ഈ അന്യഗ്രഹങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് യാഗങ്ങളും അല്ലെ തപസ്സുകളും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്താണ്? അതിനൊന്നും അല്പായുസ് മാത്രമേ ഉള്ളൂ. കാരണം എന്താ? ബ്രഹ്മലോകം മുതൽ താഴേക്കുള്ള എല്ലാ ലോകങ്ങളിലും വീണ്ടും ജനന മരണങ്ങളുണ്ട്, അല്ലേ? ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ആ പുണ്യത്തിന് ക്ഷീണം സംഭവിക്കുമ്പോൾ വീണ്ടും തിരിച്ചെവിടെ വരേണ്ടി വരും? ഈ ഭൂമിയിൽ തന്നെ വരേണ്ടി വരും. അപ്പം ഒരാളുടെ പ്രവൃത്തികൾ അല്ലേ, ഫലകാംക്ഷ ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ആ ശ്രമങ്ങളെ കർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരാൾ ഈ ലോകത്തിൽ പലതരം പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ജോലിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല, അല്ലേ? ഈ ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ട് നാം എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അതിലുപരി ഭഗവത്ഗീതയിൽ കൂടി പരമാത്മാവ് ഭഗവാൻ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള അറിവ് നൽകുന്നു. ആ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ വേണം? ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്നും എല്ലാ കർമ്മങ്ങളിൽ നിന്നും മോചനം നേടാൻ കഴിയൂ, അല്ലേ? എന്താണ് ചെയ്യേണ്ടത്? അകർമ്മം എന്നാണ് പറയുന്നത്. ഭഗവാന് വേണ്ടിയിട്ടുള്ള സേവനം. ഭഗവാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ കർമ്മം, അതാണ് അകർമ്മം, കൃഷ്ണാവബോധം. അതിൽ മാത്രം വേണം? അതിൽ മാത്രമേ പ്രതിപ്രവർത്തനങ്ങൾ ഇല്ലാതുള്ളൂ. അപ്പം ആ ഒരു അകർമ്മത്തിൽ നമ്മൾ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അല്ലാതെ ഇഷ്ടം പോലെ നമ്മൾ കാണാറുണ്ട് യൂട്യൂബിലും അവിടെ ഇവിടെ എല്ലാം ഇഷ്ടം പോലെ കഥകളും ക്ലാസ്സുകളും ഒക്കെ തന്നെയാണ്. ആരും പലരും ഇതൊന്നും നമുക്ക് പറഞ്ഞു തരൂല. കൂടിപ്പോയ ലയനത്തെക്കുറിച്ച് പറയുന്നത് അവിടെ ഒരു ആസ്വാദനം ഉണ്ടായതുകൊണ്ട്, അല്ലേ? അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പോയാലും മതി. പക്ഷെ ആധ്യാത്മികത എന്ന് പറയുന്നത് എന്താണ്? ജീവാത്മാവിനെ ഈ കഷ്ടപ്പാടിൽ നിന്ന് ഉയർത്തി തിരിച്ച് എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ കൊണ്ടുപോകുക. അതാണ് എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളുടെ എല്ലാം ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവത്ഗീതയില് ഈ 5 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞു തരുന്നതും. അതിനെന്ത് വേണം? എല്ലാവരും കൃഷ്ണാബോധമുള്ളവരായിരിക്കണം. കൃഷ്ണനെ മാത്രം ശരണം പ്രാപിച്ച് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ അവസാന വേളയില് ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഒരു ശരീരം നമുക്ക് കിട്ടും ആധ്യാത്മിക ലോകത്ത്, നമ്മുടെ യഥാർത്ഥ ശരീരം. കാരണം അവിടെ നിന്ന് നമ്മുടെ ആ ശരീരം നമ്മൾ അവിടെ ഇട്ടിട്ട് പോരുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആധ്യാത്മികതയിൽ ഒറ്റ ശരീരമേ ഉള്ളൂ. ഗോലോക വൃന്ദാവനത്തിൽ ഒറ്റ ശരീരമേ ഉള്ളൂ. പക്ഷെ ഭൗതിക ലോകത്തില് 84 ലക്ഷം തരത്തിലുള്ള ശരീരം നമുക്ക് കിട്ടുന്നത്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റൂല ഇവിടെ ഇന്നത് വേണം, അത് സാരമില്ല, ഈ പ്രാവശ്യം എന്റെ ജന്മം ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് സാരമില്ല, അടുത്ത ജന്മം എനിക്ക് ഇന്ന ഒരു മനുഷ്യ ശരീരം കിട്ടിയാൽ മതി, ഇന്ന വീട്ടിലെ കിട്ടിയാൽ മതി, അല്ലേ? അങ്ങനെയൊന്നും നമുക്ക് ആഗ്രഹിക്കാൻ നമുക്ക് പറ്റൂല. കാരണം ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ നിയന്ത്രണത്തിൽ എന്താണുള്ളത്? ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക.
അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഭഗവാനൊന്നും കൈകടത്തൂല. കാരണം നമ്മൾ ഇവിടെ സ്വതന്ത്രരാണ്. ഏത് രീതിയിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ ഭഗവാൻ അവിടെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് നാമം ജപിക്കുന്നുണ്ടോ, ഭഗവത്ഗീത കേൾക്കുന്നുണ്ടോ, വായിക്കുന്നുണ്ടോ, അപ്പം ഭഗവാൻ നോക്കും. ഇല്ല എങ്കിൽ ഭഗവാൻ മൗനം പാലിച്ചിരിക്കും. അപ്പൊ എപ്പോഴും എന്താണ്, ക്ലാസ്സുകൾ കേൾക്കുക, നാമം ജപിക്കുക, മുന്നോട്ട് പോവുക. അവസാനം എന്ത്, ഭഗവാന്റെ അടുക്കലേക്കും ആ ഗ്യാരണ്ടി ആയിട്ടുള്ള ശരീരം നമ്മൾ കിട്ടണം, നമ്മളത് എടുക്കണം. അതാണ് നമ്മുടെ ശരീരം. അവിടെ ചെന്നാലേ കഷ്ടതകൾ ഇല്ലാതെ ഇരിക്കുകയുള്ളൂ. ഈ ഭൂമിയിൽ നമ്മൾ വീണ്ടും കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ മരിക്കില്ല എന്ന് ചിന്തിക്കരുത്. എപ്പോഴും മരണത്തെ നമുക്ക് ഭയം വേണം. നമ്മൾ മരിക്കും, ഒരിക്കൽ മരിക്കും. ആ മരിക്കുന്ന സമയത്ത് എന്ത് വേണം, നല്ല രീതിയിൽ വേണം ആ ശരീരം ഉപേക്ഷിക്കാൻ. ആ ശരീരം ഉപേക്ഷിച്ചാല് എന്തായിരിക്കണം അടുത്ത ജന്മം, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം, അത് നമുക്കിപ്പോ തെരഞ്ഞെടുക്കാം. വേറെ ഒന്നിനും നിലനിൽപ്പില്ല, ഒരു കാര്യത്തിനും. ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലെങ്കിൽ മക്കൾക്കും, ഇവരെ ആരെയും പിന്നെ നമ്മൾ കാണുമെന്ന് പോലുമില്ല. ഇതോടുകൂടി കഴിഞ്ഞു, ഈ ഓർമ്മകൾ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറയുന്നത്, അതുകൊണ്ടാണ് എന്ത് അർജുനോട് തന്നെ പറയുന്നത്, അർജുന നിനക്കിതൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്നത്. കാരണം എന്ത്, അർജുനൻ ജീവാത്മാവാണ്. അപ്പൊ അർജുനൻ ഇതൊക്കെ മറന്നുപോകും. അതാണ് നമ്മുടെ ഈ അവസ്ഥ. ഒരിക്കലും ഈ യാതൊരു വിധ ഇല്ല. അപ്പം എല്ലാവരും ചിന്തിക്കുക. പിന്നെ ഭക്ഷണങ്ങളൊക്കെ നമ്മള് എന്താണ് പറയാ, ഭഗവാൻ നിവേദിച്ച ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക, പ്രസാദം നമ്മൾ കഴിക്കുക. അപ്പൊ അതിനെല്ലാം നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിൽ. ഈ ജീവിതം നമ്മൾ ഭൗതികപരമായിട്ട് ആസ്വദിക്കാനുള്ളതല്ല. ആസ്വാദനം നമുക്ക് ഉപരിലോകങ്ങളിൽ കിട്ടും, ഭഗവാൻ അടുക്കൽ കിട്ടും. ഇത് എന്ന് പറയുന്നത് ഒരു മായയാണ്. നമ്മളിവിടെ തളച്ചിടാനുള്ള വ്യവസ്ഥകളാണ്. എന്ത്, കുടുംബമായാലും സുഹൃത്തുക്കളായാലും എല്ലാം തന്നെ. ഒന്നും വേണ്ട എന്നല്ല പറയുന്നത്, എല്ലാം വേണം. പക്ഷേ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഇത് ഇന്നതിന് വേണ്ടിയിട്ടാണ്, ഇത് ഇന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ പോകുമ്പോൾ ഞാൻ തനിച്ചാണ് പോകേണ്ടത്. ആ പോകുമ്പോഴേ ഞാൻ എങ്ങോട്ട് വേണം പോകാൻ. ഇത് താൽക്കാലികമായിട്ട് എനിക്ക് ഭൗതിക ലോകത്തിൽ നിൽക്കാനുള്ളൊരു സെറ്റപ്പ് മാത്രമാണ് ഇത്, നമ്മൾ ചിന്തിക്കണം. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് വരിക, നല്ല രീതിയിൽ ക്ലാസ്സുകൾ കേൾക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, നാമം ജപിക്കുക.